ഒരു ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്ത് മാത്രമല്ല വിഷയം, അത് പൊട്ടിയതിന് ശേഷം ആ സ്ഥലത്ത് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഒരു ആറ്റം ബോംബ് ഇന്ന് 3 പ്രധാന റേഡിയേഷൻ വരും: ആൽഫ, ബീറ്റ, ഗാമ. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ആണ് ഗാമ റേഡിയേഷൻ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. ഈ ആറ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളിൽ ഈ റേഡിയേഷൻ വന്ന് അടിക്കുന്ന സമയത്ത് ഇതിൽ വിഘടിച്ച് ഇതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ആറ്റം ബോംബിൽ നിന്ന് വരുന്ന ഗാമ കരണങ്ങളുണ്ടല്ലേ, ഇത് അടുത്ത് നിന്നൊരു മനുഷ്യനെ അടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്പോട്ടിൽ തന്നെ കരിഞ്ഞ് പൊടിയായി പോകും. എന്നാൽ ദൂരെ നിന്നൊരു മനുഷ്യന് ഇതിന്റെ ചെറിയൊരു വേരിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ DNA നല്ല വ്യത്യാസം ഉണ്ടാവും. അവന്റെ തലമുറയായിരിക്കും ഇത് ബാധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുകയും ചെയ്യും. 1945 ഓഗസ്റ്റ് മാസത്തില് അമേരിക്ക ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും 2 അണുബോംബ് ഇട്ടു. ഇത് കാരണം ജപ്പാനിൽ മരിച്ചത് 1,40,000 പേരാണ്. അതായത് 1,40,000 കുടുംബങ്ങൾ, 1,40,000 തലമുറകൾ.